ആ രവി, നീ എവിടെയാടാ? ഞാനൊരു 2 എണ്ണം വിട്ടോണ്ടിരിക്കണേ. നീ അവിടെ 2 എണ്ണം വിട്ടോണ്ടിരുന്നോ? പിന്നെ എന്റെ അടുത്തൊരു പുതിയ സാധനം വന്നിട്ടുണ്ടോ? ആണോ? തിരക്കാണോ? ആരും തട്ടാത്തതാ. അതെ, അത് പിന്നെ എനിക്കറിയാലോ. വന്ന പിന്നെ റാണിയമ്മ ആദ്യം എനിക്കല്ലേ വിളിക്കുക. അപ്പൊ നീ ഒരു കാര്യം ചെയ്തു, അല്ലേലും പുതിയ വന്നു കഴിഞ്ഞാൽ മൊത്തം നിനക്കല്ലേ ഞാൻ തരാറ്. നീ കൈവച്ചതിന് ശേഷമല്ലേ ഞാൻ വേറൊരാൾക്ക് കൊടുക്കത്തുള്ളൂ. അപ്പൊ നീ ഒരു കാര്യം ചെയ്തു, മഴയും പോലെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങാം. അടച്ചു കൊടുത്തിട്ട് എടാ ചെറുതാടാ, തള്ളിടാ. നീ ഒന്ന് മേച്ചെടുക്കതിനെ. നീ നിന്റെ വശം പോലൊക്കെ ചെയ്യണ രവി. റാണിയമ്മയ്ക്ക് എന്തൊക്കെ വേണം വേണ്ടെന്ന് നിനക്ക് അറിഞ്ഞൂടി. ബാക്കി പിന്നെ പറയാം അല്ലേ? ഇതാ അരമണിക്കൂർ. അരമണിക്കൂറിൽ ഞാൻ വേറെ ആർക്കും കൊടുത്തേക്കല്ല. അരമണിക്കൂറിനുള്ളിൽ വരുമോ നീ? വരും. ഞാനൊന്ന് റെഡിയാക്കി നിർത്തട്ടെ കേട്ടാ. ഓക്കെ, നീ ഇറങ്ങിക്കോ. ഞാൻ ഇറങ്ങി. ഓക്കെ, ഒരൊറ്റ പെഗും കൂടി. അത് കഴിഞ്ഞാ റാണിയമ്മയുടെ മുന്നിൽ നീ ഉള്ള പെഗെല്ലാം കഴിച്ച് മഴഞ്ഞാ കൊഴഞ്ഞാന്ന് പറഞ്ഞ് വരരുത്. ഉള്ള സ്പിരിറ്റൊക്കെ അങ്ങ് പോവും. ഓക്കെ ഓക്കെ. ശരി 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 ശരി. റാണിയമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തുകൊണ്ട് വന്നാടി. പിന്നെ ബാക്കിയുള്ളവർക്ക് എന്ത്? അത് നടക്കില്ല. നീ ഇന്നൊന്നും പോണ്ട കേട്ടോ. നമുക്ക് ഇന്നൊരാൾ വരും. പിന്നെ ഞാനത് കൊഴുപ്പിച്ചെടുക്കുന്നുണ്ടേ. എന്തിന്റെ മുഖം മാറുന്നേ? ഞാനേ എടുക്കല്ലേ. നമുക്കേ ഇന്നൊരാൾ വരുന്നുണ്ടോ? അതോട് പിന്നെ വിടാം കേട്ടോ. ഓക്കെ. പിന്നെ ഇന്നൊരാൾ വരും. നീ ഇച്ചിരി തഞ്ചത്തിലൊക്കെ നിന്നോണം കേട്ടോ. നീ പോയി നല്ലോണം ഒന്ന് ലിപ്റ്റിക്കൊക്കെ ഇട്ട് നല്ലോണം മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരുങ്ങുന്നില്ല. ആള് നല്ല വീരനാ. നിന്നെ പറ്റും പോലെ അവനെ അങ്ങ് സന്തോഷിപ്പിക്കണം. നിനക്കത് ഗുണം ചെയ്യൂടി കേട്ടോ. നല്ലോണം ഒരുങ്ങി റെഡിയായി നില്ല്. അയാളിപ്പോ വരും. ശരി. വാങ്ങണോ? ഇരിക്കു വാങ്ങ. ഞാൻ പറഞ്ഞല്ലോ എന്നോടൊരു പുതിയതുണ്ടെന്ന്. അല്ല റാണിയമ്മ, എന്റെ കയ്യിൽ ആകെ 500 രൂപയുള്ളൂ റാണിയമ്മ. 500 കുലുവേങ്കണ്ണോടാ നീ കുണയ്ക്കാൻ വന്നേക്കുന്നേ? അല്ലെങ്കിൽ റാണിയമ്മ വന്നാ മതി. വേണ്ട റാണിയമ്മ. വന്നോന്ന് റാണിയെ തന്നെ വേണല്ലേ? നാറി. അവനും മുട്ടുമ്പോ അവൻ ഇങ്ങോട്ട് വരും. 500 കൊഴുവേം കൊണ്ട്. നാണം കെട്ടവൻ തെണ്ടി. എന്നാ കിട്ടുമെന്ന് അവന്റെ വിചാരം? ഞാൻ കൊടുക്കാൻ, ഞാൻ കുണപ്പിക്കാൻ. റാണിയമ്മ പറഞ്ഞത് നല്ല കിളുന്താണല്ലോ. വിശാലല്ലേ? ഏയ് കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടമായി. പക്ഷെ എന്തൊരു താല്പര്യമില്ല, കുറവുണ്ടല്ലോ. താല്പര്യമില്ലേ? ഞാൻ വന്ന് പെട്ടുപോയതാ. അങ്ങനൊന്നുമില്ല. നന്നായിരിക്കും. എനിക്കെന്താ ഇഷ്ടപ്പെട്ടില്ലേ?
ഏയ് നീ ഉദ്ദേശിച്ച ആളല്ലേ തന്നെ? കുഴപ്പമൊന്നുമില്ല. പിന്നെ പക്ഷേ പ്രശ്നമില്ല. എന്താണ് ഞാൻ പറ. ഏ താല്പര്യമില്ല, ഞാൻ പൊക്കോളാം. ഞാൻ റാണിയമ്മനോട് പറഞ്ഞോളൂ. ഇല്ല, പ്രശ്നമൊന്നുമില്ല. ഓക്കെ ആണോ? ഓക്കെ. സത്യം പറ, ഓക്കെ ആണോ? അല്ല. എന്തു പറ്റി? എനിക്കതിനൊന്നും കഴിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു പെണ്ണല്ല. പിന്നെന്തിനാ നീ പണിക്കിറങ്ങി? എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട്. ഓ, ജീവിത സാഹചര്യം കൊണ്ടോ? ഞാൻ വന്ന് പെട്ടുപോയതാ. എന്താ അതിന്റെ പ്രശ്നം? എൻ്റെ ഫാമിലിയിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ശരിയാണോ? അത് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന വഴിയാണ്. മരണോ? അതെ, ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എത്തിയിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന വഴിയാണ് റാണിയമ്മേൻ്റെ മുന്നിൽ പോയി പെടുന്നത്. പിന്നെ എൻ്റെ അവസ്ഥ പറയാനുള്ളൊരു സാഹചര്യം പോലും എനിക്ക് അവരുടെ മുന്നിൽ കിട്ടിയില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എന്നാ പിന്നെ ഞാനേ റാണിയമ്മടുത്ത് സംസാരിക്കാം. കുഴപ്പമില്ല, വേണ്ട. പൊക്കോളാം. നിങ്ങൾ ഈ വർക്ക് ഇന്ന് ചെയ്തില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും. ദൈവത്തെ ഓർത്ത് റാണിയമ്മയുടെ ഒന്നും പറയരുത്. സാമ്പത്തികമാണ് ആവശ്യം അപ്പോലെ. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. എനിക്കിതൊന്നും ശീലമുള്ള കാര്യങ്ങളല്ല. എൻ്റെ സാഹചര്യം എന്നെ ഇവിടെ എത്തിച്ചതാണ്. കരയണ്ട, കരയല്ലേ, പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ഏതായാലും ഞാനൊന്ന് ആഗ്രഹിച്ചു വന്നാണ്, അങ്ങോട്ട് മൂടും പോയി. റാണിയമ്മ പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു ഫംഗ്ഷനിലായിരുന്നു, ഒരു ചെറിയ സ്മോൾ പരിപാടിയിലായിരുന്നു. ഞങ്ങളുടെ ചാടി പുറപ്പെട്ടതാണ്. പക്ഷേ ഇത് ഭയങ്കര ഡാർക്കായി പോയി. ഒരു കാര്യം ചെയ്യ്, പ്രശ്നമാക്കണ്ട, ക്യാഷ് ഞാൻ തരാം. നിന്റെ കാര്യം നടക്കട്ടെ. കാരണം ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാണ്ട് ഒരു പുരുഷനും അവരുടെ ശരീരത്തിൽ തൊടില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷെ നീ വന്ന് നിന്റെ കഥകളൊക്കെ കേട്ടപ്പോൾ പറഞ്ഞപ്പോൾ എന്തോ ഇനി എന്തായാലും ഉത്തരം ജോലി ചെയ്യണ്ട. നിന്റെ ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തന്നോളാം. കരയണ്ട, ഞാൻ പറഞ്ഞല്ലോ, നിന്റെ ആവശ്യമുള്ള കാര്യം ഞാൻ ചെയ്തു തന്നോളാം. ഇനി വേറൊരാളുടെ മുന്നിൽ ഇതേ സ്ഥലത്തിരിക്കരുത് കേട്ടാ. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇറങ്ങണ്ടെന്നാ റാണിയമ്മടുത്ത് പറഞ്ഞോളാം. കുഴപ്പമില്ല, ഇത് നമ്മൾ രണ്ടുപേരും മാത്രം എന്നാൽ മതി. എല്ലാം നടന്നിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞോളാം. ഹാപ്പി ആവില്ല, സന്തോഷിക്കും.
പറയാം, പല പെണ്ണുങ്ങളും നമ്മുടെ അടുത്ത് പറയും ഇന്നത്തെ സാഹചര്യത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നുണക്കഥകൾ പറയും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ശരീരത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പലരും പറയും. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടി. അപ്പോൾ ചില പുരുഷന്മാർ പെട്ടെന്ന് സെൻറ്റി ആയി കഴിഞ്ഞാൽ അവരെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ അത് ഭയങ്കര ഫ്രോഡത്തരാണ് അവർ ചെയ്യുന്നുള്ളത് ഈ ആണുങ്ങൾക്ക് അറിയില്ല. അങ്ങനെ പെട്ട പലരും ഉണ്ട്. അത്തരത്തിലല്ലാന്ന് വിശ്വസിക്കട്ടെ, വിശ്വസിക്കുന്നുണ്ട്. കരയണ്ട, പറഞ്ഞല്ലോ, നിർത്ത്, ഇങ്ങോട്ട് നോക്ക്, നിർത്ത്. നിന്റെ സമ്മതത്തോട് കൂടിയിട്ട് നിനക്ക്, അതായത് വേറൊരാൾക്കും ഇനി ശരീരം വാങ്ങുന്നില്ല, നിനക്ക് പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ട് നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ നിന്റെ ശരി തൊടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിന്റെ ലൈഫിൽ നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഏതായാലും നീ ഇതിനായിട്ട് ഇറങ്ങിയല്ലേ. ഇത് വേറൊരാൾ വന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും നടക്കണ്ടേ? ടെൻഷൻ അടിക്കണ്ട, കരയല്ലേ, കരച്ചിൽ നിർത്ത, ചിരിക്കേ, ചിരിക്കേന്ന്, ചിരിക്കേ. സന്തോഷായില്ലേ? ചിരിക്കേ. പറേ ഞാൻ ഇറങ്ങട്ടെ. ശരി, കാണാം. ഹലോ, ഇതെന്താ സാരിയൊക്കെ അയച്ചു മാറ്റി നീ കോലത്തിൽ? നീ ഈ കോലത്തിൽ ഇരിക്കാനാ എനിക്ക് താല്പര്യം, നിങ്ങൾക്ക് മുന്നിൽ. അതെന്താ? ഈ ഉള്ള ജീവിതത്തിൽ നീ മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ. സമ്മതാണോ? ആ, സമ്മതം. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഞാൻ വന്നോട്ടെ.